मेरे प्यारे बच्चों साले ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं। बच्चों आप ठीक है ना? എല്ലാ മക്കളും അടിപൊളിയല്ല, എല്ലാ മക്കളും ഉഷാറായിരിക്കുന്നല്ലോ. യെസ്, പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു ആ പ്യാർ എന്നുള്ള യൂണിറ്റ്. ഈ പ്യാരിൽ ഖുദ് സേ പ്യാർ എന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു കവിതയാണ്. ശോഭ്നാഥ് യാദവിന്റേതാണ് ആ കവിത അല്ലെ. ആ കവിതയിലെ പാഠഭാഗങ്ങളിൽ എന്താണ് ആ കവിതയിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് അല്ലെ, സെൽഫ് ലവ്, സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുക അല്ലെ, സെൽഫ് ലവ്, നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക അല്ലെ, സെൽഫ് ലവ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ഇതൊരു കവിതയാണ്, ഇത് ശോഭ്നാഥ് യാദവിന്റേതാണ് എന്ന് നമ്മളോട് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. സൂരജ് അപ്നി ആഗ് സേ അല്ലെ, സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യനിൽ നിന്നും നമുക്ക് എന്താണ് കിട്ടുന്നത് അല്ലെ? വെളിച്ചം കിട്ടും അല്ലെ, പ്രകാശം. സൂര്യനിൽ നിന്ന് നമുക്ക് പ്രകാശം കിട്ടും അല്ലെ, ഊർജം എന്നൊക്കെ നമുക്ക് പറയാം. സൂരജ് അപ്നി ആഗ് സേ, സൂര്യൻ തന്നിൽ നിന്നും വരുന്ന ആഗ് എന്ന് പറഞ്ഞാൽ തീ എന്നുള്ള മീനിങ് ഉണ്ട്. ഇവിടെ എന്താണ്? സൂര്യനിൽ നിന്നും നമുക്ക് തീയാണ് ലഭിക്കുന്നത്, പ്രകാശമാണ് അല്ലെങ്കിൽ ഊർജമാണ്. അപ്പൊ സൂര്യനിൽ നിന്നും ലഭിക്കുന്ന, സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശത്തെ ഇത്തിനാ പ്യാർ കരേക്കി, അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി, സൂര്യനിൽ നിന്നും വരുന്ന സൂര്യനിൽ നിന്ന് വരുന്ന ഊർജം അല്ലെങ്കിൽ പ്രകാശം ഇത്തിനാ പ്യാർ കരേക്ക്, അത്രമേൽ ഇഷ്ടപ്പെട്ടുകൊണ്ട്, സൂര്യനിൽ നിന്നും വരുന്ന ഊർജത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി, അതെന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? തിരിച്ച് ലോകത്തിന് ആ പ്രകാശം തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് സൂര്യന് സാധിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റാൻസയിലൂടെ പറയുന്നത് എന്താ? ദർഹത് അപ്നെ ഫൂലോം സേ അല്ലെ, ദർഹത് അപ്നെ ഫൂലോം സേ. ദർഹത്ത് എന്ന് പറഞ്ഞാൽ പേടാണ്, പേടിന്റെ മറ്റൊരു പേരാണ് അല്ലെ, പേട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വാക്കുകൾ മാറി ചോദിച്ചേക്കാം. അപ്പം പേട് അപ്പിനെ ഫൂലോംസേ, മരം തന്നിൽ നിന്നും ഉണ്ടാകുന്ന പൂക്കൾ. ഫൂലോംസേ എന്ന് പറഞ്ഞാൽ പൂവാണ് അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രം, ഫൂൽ അല്ലെ, പൂവാണ്, പൂക്കളാണ് അല്ലെ, പൂക്കൾ. അപ്പൊ മരത്തിൽ നിന്നും ഉണ്ടാകുന്ന പൂക്കളെ ഇത്തിനാ പ്യാർ കരേക്കി, മരം അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട്, മരത്തിൽ നിന്നുണ്ടാകുന്ന പൂക്കളെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വഹ് ദേ സഖേ ഫൂൽ, ആ പൂക്കളെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ദുനിയാ കോ ഭി, ലോകത്തിനും അതേപോലെ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? മരത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ തിരിച്ച് ലോകത്തിന് കൊടുക്കാൻ സാധിച്ചു. അത് എന്തുകൊണ്ടാണ്? സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ അത്രമേൽ ഇഷ്ടമായത് കൊണ്ട്. മരത്തിൽ നിന്നും വരുന്ന പൂക്കളെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് തിരിച്ചും ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കുന്നുണ്ട്? മരത്തിനും സാധിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ആ മരത്തിൽ നിന്ന് വരുന്ന പൂക്കളെ അത്രമേൽ ഇഷ്ടമാണ് ആർക്ക്? മരത്തിന്. ഇനി അടുത്തതായി പറയുന്ന സ്റ്റാൻസയിലൂടെ പറയുന്നത് എന്താ? ബാദൽ അപ്നെ ജൽസേ, മേഘം തന്നിൽ നിന്നും വരുന്ന മഴത്തുള്ളികൾ അല്ലെങ്കിൽ ജലത്തെ, മഴയെ ഇത്തിനാ പ്യാർ കരേക്കി, അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വഹ് ദേ സകേ ജൽ, ആ ജലത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? തിരിച്ച് ലോകത്തിനും നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം മേഘത്തിൽ നിന്നും വരുന്ന മഴയെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് തിരിച്ച് ആർക്കും നൽകാൻ സാധിക്കുന്നുണ്ട്? ലോകത്തിനും തിരിച്ച് നൽകാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ മേഘത്തിന് സാധിക്കുന്നുണ്ട്. അപ്പൊ മേഘത്തിൽ നിന്നും വരുന്ന ജലത്തെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് തിരിച്ചും ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത്രമേൽ മേഘത്തിന് ഇഷ്ടമായത് കൊണ്ട് തന്നെ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇനി നമ്മളോട് അവസാനം പറയാം, മേം ഖുദ് സേ, നമ്മൾ സ്വയം തന്നെ, ഇത്തിനാ പ്യാർ കരൂക്കി, നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളെ അത്രമേൽ സ്വയം ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ ദേ സകോ പ്യാർ ദുനിയാ കോ ഭി, ആ സ്നേഹം തിരിച്ചും നമുക്കും ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. മേ ഖുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെൽഫാണ്, സ്വയമാണ് അല്ലെ. സ്വയം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ലോകത്തിന് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ സ്വയം അത്രമേൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും ലോകത്തിന് ആ സ്നേഹത്തെ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ശോഭ്നാഥ് യാദവ് ഈ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അവസാനം പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, മക്കൾ ശ്രദ്ധിച്ചോ. എന്താ പറഞ്ഞിട്ടുള്ളത്? മനുഷ്യൻ സ്വയം, ശ്രദ്ധിച്ചോ, മനുഷ്യൻ സ്വയം അത്രമേൽ സ്നേഹിച്ചാൽ മാത്രമേ അല്ലെ, മേ ഖുദ് സേ ഇത്നാ പ്യാർ കരൂംഗി ദേ സകോ പ്യാർ ദുനിയാ കോ ഭി അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ മനുഷ്യനെ അത്രമേൽ സ്നേഹിച്ചാൽ മാത്രമേ ലോകത്തിന് മുഴുവൻ സ്നേഹം നൽകുന്ന രീതിയിലേക്ക് വളരാൻ സാധിക്കൂ. അതായത് ആദ്യം സൂര്യനിൽ നിന്ന് വരുന്ന ഊർജത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ അത്രമേൽ സ്നേഹിച്ചത് കൊണ്ട് അത് ലോകത്തിന് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചു.
അല്ലെ? അതേപോലെ മരത്തിൽ നിന്നും വരുന്ന പൂക്കളെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് ലോകത്തിന് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതേപോലെ മേഘത്തിൽ നിന്നും വരുന്ന ആ വെള്ളത്തെ, ജലത്തെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് തിരിച്ചും ലോകത്തിന് മഴയായി പെയ്ത് ലോകത്തിന് ആ ജലത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് മേഘത്തിനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കവി ശോഭനാഥ് യാദവ് പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ അത്രമേൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചും ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയുന്നു. ഇത്തരം ചെയ്യുന്നതിലൂടെ നമുക്ക് ലോകത്തിന് മുഴുവൻ സ്നേഹം നൽകുന്ന രീതിയിലേക്ക് നാം ഓരോരുത്തർക്കും വളരാൻ സാധിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെറ്റാണോ മക്കളെ? റെഡിയാണോ? അപ്പൊ ഖുദ് സേ പ്യാർ എന്നുള്ള പാഠഭാഗം പ്രയാസമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഈ ആശയം എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. സെൽഫ് ലവ്, നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന ഓണപരീക്ഷയിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിനുള്ള ആ തയ്യാറെടുപ്പ് നമ്മൾ നടത്തും. നമ്മൾ അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്തും നല്ല മാർക്കോട് കൂടി വിജയിക്കുമെന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് എന്റെ മക്കൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മതി, പരീക്ഷ നമ്മൾ സെറ്റാക്കും. നിങ്ങൾ ഓട്ടോമാറ്റിക് പഠിക്കും, നിങ്ങൾ ഓട്ടോമാറ്റിക് സൈലന്റ് ക്ലാസ് കാണും, നല്ല മാർക്ക് നേടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും സെറ്റല്ലേ? അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയൊക്കെ എഴുതുക. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബായ്.